ഹായ് ഓൾ, സനലാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റിലെ പ്രോബ്ലം ഏരിയ ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ഓൺ പെർഫോമൻസ് അനാലിസിസിനെ കുറിച്ചും ക്വസ്റ്റ്യന്റെ പാറ്റേണിനെ കുറിച്ചിട്ടുമായിട്ടാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പാർട്ട് 1 ഞാൻ കോസ്റ്റ് ഓഡിറ്റ്, മാനേജ്മെന്റ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റിലെ ഏതൊക്കെ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഏതൊക്കെ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അത് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഞാൻ പോകുന്നത് സ്റ്റഡി നോട്ട് 12ലേക്കാണ്. കേസ് സ്റ്റഡീസ് ഓൺ പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്ന പ്രോബ്ലം ഏരിയയിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് 50 മാർക്കിന് തിയറിയും 50 മാർക്കിന് പ്രോബ്ലവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ദാറ്റ് ഈസ് പ്രോബ്ലംസ് ആണ്. തിയറിയേക്കായി ഇമ്പോർട്ടന്റ് പ്രോബ്ലം നമുക്ക് കവർ ചെയ്യണം. പ്രോബ്ലം നമുക്ക് സുഖമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. കോസ്റ്റ് ഓഡിറ്റിൽ സാധാരണ പഠിക്കാനുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, ഏതൊക്കെ കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോ കാര്യങ്ങളെ കുറിച്ചും പറയുന്നു, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോസ് ഫോർ അസസ്മെന്റ് ഓഫ് പെർഫോമൻസ്. റേഷ്യോ അനാലിസിസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള CMA ഇന്ററിനൊക്കെ പഠിച്ചിട്ടുള്ള റേഷ്യോ അനാലിസിസ് ആണ്. ഇവിടെ കുറച്ച് റേഷ്യോസ് ആണ്. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അസറ്റ് ടെസ്റ്റ് റേഷ്യോ, അതേപോലെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, അതേപോലെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, അങ്ങനെയുള്ള കുറച്ച് റേഷ്യോസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾ പണ്ട് പഠിച്ചിരിക്കുന്ന ആ റേഷ്യോസ് ഒന്ന് പൊടിതട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോയുമായി ബന്ധപ്പെട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാം. ആ റേഷ്യോസ് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കറണ്ട് അസറ്റിനെ കുറിച്ചും, കറണ്ട് ലയബിലിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് അസറ്റ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, നെറ്റ് വർത്ത്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അണ്ടർസ്റ്റുഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റേഷ്യോസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തത് റേഷ്യോ അനാലിസിസ്. നെക്സ്റ്റ് ഉള്ളത് വേസ്റ്റ് മൾട്ടിപ്ലയർ ആണ്. ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ഒരു യാൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയിൽ രണ്ട് ടൈപ്പുള്ള വേസ്റ്റ് ഉണ്ട്. ഒന്ന് യൂസബിൾ വേസ്റ്റും, രണ്ട് സെയിലബിൾ വേസ്റ്റും. ഈ യൂസബിൾ വേസ്റ്റിന്റെയും സെയിലബിൾ വേസ്റ്റിന്റെയും പ്രസൻസ് ഓരോ പ്രോസസ്സിനകത്തും കാണും. അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രോസസ് വൈസ് വേസ്റ്റ് ഇൻക്വയർ ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ടെക്നിക്കാണ് വേസ്റ്റ് മൾട്ടിപ്ലയർ. എക്സാമിന് 2016 സിലബസിലും ഇതിനു മുമ്പുള്ള 2012 സിലബസിലും 2008 സിലബസിലും മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് വേസ്റ്റ് മൾട്ടിപ്ലയർ ആണ്. എല്ലാ പ്രാവശ്യം റിപ്പീറ്റഡ് ദാറ്റ് ഈസ് 100% ഇനി വരുന്ന 2020 ജൂൺ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് വേസ്റ്റ് മൾട്ടിപ്ലയർ. എന്താണ് വേസ്റ്റ് മൾട്ടിപ്ലയർ? വേസ്റ്റ് മൾട്ടിപ്ലയർ പ്രോസസ് വൈസ് വേസ്റ്റ് മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മെറ്റീരിയൽ ഉള്ളത്. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ആ രണ്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ എക്സാമിന് വരത്തുള്ളൂ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോസസ് വൈസ് ഇൻപുട്ടും ഔട്ട്പുട്ടും പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പ്രോസസ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ നിന്ന് വേസ്റ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് മറ്റൊരെണ്ണം ഡയറക്റ്റ് പ്രോസസ് ലോസ് തന്നിട്ട് അവിടെ വേസ്റ്റ് മൾട്ടിപ്ലയർ പ്രോസസ് വൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ വേസ്റ്റ് മൾട്ടിപ്ലയർ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ട്രീറ്റ്മെന്റ് ഓഫ് അബ്നോർമൽ കോസ്റ്റ്. ഞാൻ സ്റ്റാൻഡേർഡിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ അബ്നോർമൽ കോസ്റ്റ് ഉണ്ട്. ഒരു കാരണവശാലും പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ കോസ്റ്റിലേക്ക് ഒരു കാരണവശാലും അബ്നോർമൽ കോസ്റ്റ് എടുക്കാറില്ല. അബ്നോർമൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ റിമൂവ് ചെയ്യും. ഒരിക്കലും പ്രോഡക്റ്റ് കോസ്റ്റിൽ എടുക്കാറില്ല. അബ്നോർമൽ കോസ്റ്റിന്റെ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെറ്റീരിയലുള്ള ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു കമ്പനി സ്ട്രൈക്ക് ആണ്. ഒരു നിശ്ചിത പീരീഡ് കമ്പനി സ്ട്രൈക്ക് ആണ്. ആ സ്ട്രൈക്ക് കഴിഞ്ഞ് കമ്പനിയുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ സ്ട്രൈക്ക് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ സ്ട്രൈക്ക് കഴിഞ്ഞ് പിന്നീടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ വേരിയസ് കുറെ ഇൻഫർമേഷനും കോസ്റ്റ് തന്നിട്ടുണ്ട്. അബ്നോർമൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം സ്ട്രൈക്ക് നടന്ന സമയത്തെ കോസ്റ്റ് അബ്നോർമൽ കോസ്റ്റ് ആണ്. സോ അബ്നോർമൽ കോസ്റ്റിലേക്ക് മാറ്റി. ഇത് കൂടാതെ പ്രൊഡക്ഷൻ നടക്കുന്നത് പിന്നീടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ 10 ദിവസം ഇൻക്വയറി ചെയ്തിരിക്കുന്ന ആ കോസ്റ്റ് ദാറ്റ് ഈസ് അബ്നോർമൽ കോസ്റ്റ് ആണ്. അപ്പൊ ആ സ്ട്രൈക്ക് പീരീഡിലെ കോസ്റ്റും ഈ പ്രൊഡക്ഷൻ നടക്കാത്ത 10 ദിവസത്തെ കോസ്റ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ അബ്നോർമൽ കോസ്റ്റ് ആയി. ആ അബ്നോർമൽ കോസ്റ്റ് പ്രോഡക്റ്റ് കോസ്റ്റിൽ ഇടാൻ പാടില്ല, കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അബ്നോർമൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം വാല്യൂ അഡിഷൻ. ഈ ഒരു പെന്നിന് MRP സപ്പോസ് വിചാരിക്കുക ഒരു 10 രൂപയാണ് MRP.
ഈ 10 രൂപയിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവായ കുറച്ച് കോസ്റ്റ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് കോസ്റ്റ് ആകാം, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആകാം, അതേപോലെ തന്നെ മാനുഫാക്ചറർ പ്രോഫിറ്റ്, റീറ്റെയിലർ പ്രോഫിറ്റ്, ഇവരുടെ എല്ലാം പ്രോഫിറ്റും കൊടുക്കേണ്ട ടാക്സും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം കൂട്ടിയെടുത്തപ്പോൾ നമുക്ക് 9 രൂപ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1 രൂപ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സീക്രട്ട് പ്രോഫിറ്റ്. ആ സീക്രട്ട് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യേണ്ട പരിപാടിയുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന പരിപാടിയാണ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഐറ്റമാണ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഒന്ന് വാല്യൂ അഡിഷൻ, 2 അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, 3 അതിന്റെ റീകൺസിലേഷൻ. 3 കാര്യങ്ങളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. പക്ഷേ നമുക്ക് കോസ്റ്റ് ഓഡിറ്റിൽ എപ്പോഴും ചോദിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള വാല്യൂ അഡിഷൻ മാത്രമേ ഉള്ളൂ. സോ വാല്യൂ അഡിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, റീകൺസിലേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്സ്. നമ്മൾ സാധാരണ റീകൺസിൽ ചെയ്യും. നമ്മുടെ ഫിനാൻഷ്യൽ എടുക്കുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ കോസ്റ്റിൽ എടുക്കാറില്ല. അതേപോലെ കോസ്റ്റിൽ എടുക്കുന്ന ചില ഐറ്റംസ് ഫിനാൻഷ്യൽ എടുക്കാറില്ല. സോ രണ്ട് നമ്മൾ റീകൺസീൽ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് ആദ്യം അങ്ങോട്ട് എഴുതി വെക്കും, എന്നിട്ട് ആഡ് ലെസ് ചെയ്ത് കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ദാറ്റ് ഈസ് റീകൺസിലേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്. പണ്ട് CMA ഇന്റർമീഡിയറ്റിന് നമ്മൾ അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ട്. ആ സംഭവമാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. എക്സാമിന് എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റീകൺസിലേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്. നെക്സ്റ്റ്, എക്സ്പോർട്ട് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. ഞാൻ ആദ്യം റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എക്സ്പോർട്ടിനെ കുറിച്ച് നമുക്ക് അറിയണം, ഗവൺമെന്റിന് എക്സ്പോർട്ടിനെ കുറിച്ച് അറിയണം. കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയറിൽ എത്രമാത്രം എക്സ്പോർട്ട് ചെയ്തു, അതിൽ എത്രമാത്രം ഫോറിൻ ഇൻകം കിട്ടി, ഫോറിൻ എക്സ്ചേഞ്ച് വഴി എത്രമാത്രം കൺവേർട്ട് ചെയ്തെടുത്തു, ഈ കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റിന് അറിയണം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എക്സ്പോർട്ട് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഡൊമസ്റ്റിക് കൺസംഷനും ഉണ്ട്, എക്സ്പോർട്ടും ഉണ്ട്. എങ്കിൽ എക്സ്പോർട്ടിൽ നിന്നും എത്രമാത്രം പ്രോഫിറ്റ് കിട്ടി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് എക്സ്പോർട്ട് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. നമുക്ക് പ്രോഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണം. ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. സാധാരണ പ്രോഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഒരു കോസ്റ്റ് അക്കൗണ്ടിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന നേരത്ത് നമുക്ക് കുറെ ഇൻഫർമേഷൻ തന്നിരിക്കും, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ബാക്കിയുള്ള കുറച്ച് ഇൻഫർമേഷൻ തന്നിരിക്കും. അത് ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്, പ്രോഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ്. നെക്സ്റ്റ്, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ഉണ്ട്. പ്രോഫിറ്റബിലിറ്റി നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന പരിപാടിയാണ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. നെക്സ്റ്റ്, ഇനി സ്റ്റാൻഡേർഡിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡേർഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് CAS2 ആണ്, കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു CAS2ന് തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. CAS2ൽ ഡിഫറെന്റ് ടൈപ്പുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, പ്രാക്ടിക്കൽ കപ്പാസിറ്റി, നോർമൽ കപ്പാസിറ്റി, ആക്ച്വൽ കപ്പാസിറ്റി, ഐഡിയൽ കപ്പാസിറ്റി, അബ്നോർമൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഡിഫറെന്റ് കപ്പാസിറ്റീസ് ഉണ്ട്. ഈ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് CAS2. നെക്സ്റ്റ്, ക്യാപ്റ്റീവ് കൺസംഷൻ CAS4. എന്റെ ബിസിനസ്സിൽ ഞാനൊരു ഇൻപുട്ട് ഉണ്ടാക്കി, ആ ഇൻപുട്ട് എന്റെ ബിസിനസ്സിലേക്ക് ഞാൻ പുട്ടിട്ട് യൂസ് ചെയ്യുകയാണ്. അങ്ങനെ പുട്ടിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുട്ടിട്ട് യൂസ് ചെയ്യുന്ന ആ ഐറ്റത്തിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമൈൻ ചെയ്യണം. പണ്ട് സെൻട്രൽ എക്സൈസ് ഉള്ള കേസിൽ ഈ പറയുന്ന പുട്ടിട്ട് യൂസ് ചെയ്യുന്ന ഈ ഐറ്റത്തിന് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യണം. അങ്ങനെ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യണമെങ്കിൽ ഈ ഐറ്റത്തിന് നമ്മൾക്ക് എത്രയാണ് ഇൻക്ലൂർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് ഉപയോഗിച്ച് അസിബിൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 10% ആണ് അവിടെ എടുക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുക? അറ്റ് പ്രസന്റ് സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്, GST വന്നതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് പ്രോബ്ലം വന്ന് കയറും CAS4. Then CA6 ഇൻവെന്ററി വാല്യൂഷൻ. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഇവിടുന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. CA6 ഇൻവെന്ററി വാല്യൂ ചെയ്യുക. പ്രിൻസിപ്പിൾസ് ഓഫ് റെസിപ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്. രണ്ടും വെച്ച് റോ മെറ്റീരിയലിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഇൻവെന്ററിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോബ്ലം. ഇത് നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന കോസ്റ്റിംഗിൽ പഠിച്ചിരിക്കുന്ന ആ ഫോർമാറ്റ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ മതി. എംപ്ലോയി കോസ്റ്റ് CA7 ദാറ്റ് ഈസ് എംപ്ലോയി കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ദെൻ CAS8 യൂട്ടിലിറ്റി. ഞാൻ പറഞ്ഞു യൂട്ടിലിറ്റി മീൻസ് പവർ ആകാം, എയർ ആകാം, വാട്ടർ ആകാം, കംപ്രസ്ഡ് എയർ ആകാം. ഇത് നമ്മൾ ബിസിനസിന് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ യൂട്ടിലിറ്റി യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ യൂട്ടിലിറ്റിയുടെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പരിപാടിയുണ്ട്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റി. ചിലപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി ഉണ്ടാക്കി നമ്മൾ കുറച്ച് ഉപയോഗിക്കും, ബാക്കി വന്ന ബാലൻസ് നമ്മൾ ഇന്റർ യൂണിറ്റ് ട്രാൻസ്ഫർ നടത്തും, അല്ലെങ്കിൽ ഇന്റർ കമ്പനി ട്രാൻസ്ഫർ നടത്തും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് പാർട്ടിക്ക് വിൽക്കും. അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കണം, എത്ര രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്.
ഒരേ ഒരു പ്രോബ്ലമേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് വെച്ച് ചെയ്യുന്ന ഒരു സെയിൽ ഓഫ് ആഷ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലമാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഡയറക്റ്റ് എക്സ്പെൻസിൽ നിന്നും ചെറിയൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കാൽക്കുലേഷൻ ആണ്, ചുമ്മാ ഒന്നുമില്ല, ചുമ്മാ കുറെ കോഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടുപിടിച്ച് അതെല്ലാം കൂടെ സം ടോട്ടൽ ചെയ്തതാണെങ്കിൽ ആൻസർ ആയി. ഇനി ഇത് കൂടാതെ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നെറ്റ് വർത്ത്, ഓണേഴ്സ് ഫണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. നമുക്കറിയാം ക്യാപിറ്റൽ എംപ്ലോയിഡ്. എന്താ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് ചോദിച്ചാൽ, എന്റെ ബിസിനസ്സിൽ നെറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എത്രമാത്രം ക്യാപിറ്റൽ ഞാൻ പുട്ടിട്ട് യൂസ് ചെയ്തു, എത്രമാത്രം ക്യാപിറ്റൽ ഞാൻ ഉപയോഗിച്ചു, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. എനിക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി എത്രമാത്രം ക്യാപിറ്റൽ പുട്ടിട്ട് യൂസ് ചെയ്തു, ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ദെൻ അസറ്റ് സൈഡിലും പ്രിപ്പയർ ചെയ്യാം, ലയബിലിറ്റി സൈഡിലും. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയി. തൊട്ടപ്പുറത്ത് ലയബിലിറ്റി സൈഡ് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് ദാറ്റ് ഈസ് ലോങ് ടൈം ലോൺ മൈനസ് ഫിക്റ്റീഷ്യസ് അസറ്റ് ലെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയി. അതേപോലെ നെറ്റ് വർത്ത്, ഓണേഴ്സ് ഫണ്ട്, ഇതൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് വന്ന് വീഴും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ട പ്രോബ്ലംസ്, 1 വേസ്റ്റ് മൾട്ടിപ്ലയർ, 2 അബ്നോർമൽ കോസ്റ്റ്, 3 വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്, 4 റീകൺസിലേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ദെൻ 5 ദാറ്റ് ഈസ് കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ, ദെൻ യൂട്ടിലിറ്റി കൺസംഷൻ. ഈ 6 പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഈ പ്രോബ്ലംസ് ഒരു കാരണവശാലും മറന്നു പോകാത്ത രീതിയിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ 6 പ്രോബ്ലംസ് വളരെ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചിലതിനകത്ത് ഓരോ പ്രോബ്ലമേ ഉള്ളൂ, ചിലതിനകത്ത് 2 പ്രോബ്ലംസ് ഉണ്ട്. സോ കൂടിപ്പോയാൽ മാക്സിമം 6 എണ്ണത്തിൽ കൂടിപ്പോയ ഒരു 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ 10 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പ്രോബ്ലം 50 മാർക്കും സോ കയ്യിലിരിക്കാൻ സാധിക്കും. സോ ഇത്രയും പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യന്റെ പാറ്റേണിനെ കുറിച്ചിട്ടാണ്. കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റില് 2 സെഷൻസ് ആണുള്ളത്. ഒന്ന് സെഷൻ എ, കമ്പൽസറി ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, 20 മാർക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ബാക്കി 80 മാർക്ക് ദാറ്റ് ഈസ് പ്രോബ്ലവും തിയറിയും ആയിട്ടാണ് ബാക്കിയുള്ള 80 മാർക്ക്. അതിലെ സെഷൻ എ കമ്പൽസറി ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. 1 മാർക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്ത് തരുമ്പോൾ 1 മാർക്ക് കിട്ടും. നെക്സ്റ്റ് 1 മാർക്ക് അതിന്റെ വർക്കിംഗ്സ് ആണ്. അങ്ങനെ 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. അതിൽ എന്തൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് വേണം മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാൻ, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുക. അതിൽ ആദ്യം നമ്മൾ സ്റ്റഡി നോട്ട് 2ലേക്കാണ് പോകുന്നത്. സ്റ്റഡി നോട്ട് 2 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ. സ്റ്റഡി നോട്ട് 2 ആണ്. ആ സ്റ്റഡി നോട്ട് 2ലെ ആദ്യം CRA, 4 CRA ഉണ്ട്. CRA 1 that is cost records in the creation, CRA 2 that is intimation for appointment of cost auditor, CRA 3 that is cost audit report in the form, CRA 4 that is company central government നയിക്കുന്ന റിപ്പോർട്ട്. ഈ 4 CRAയുമായി ബന്ധപ്പെട്ട് ഇത് എന്തൊക്കെ പർപ്പസിനാണ് ഉപയോഗിക്കുക, അതിന്റെ പേര്, അതേപോലെ തന്നെ ഇതിന്റെ ടൈം ലിമിറ്റ്, അതിന്റെ ഡ്യൂ ഡേറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് that is ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്കപ്പോഴും ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് that is form of cost audit report ആണ്. പാർട്ട് ABCD. അതായത് നമ്മുടെ CRA 3 ഉണ്ട്. കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ CRA 3ലാണ് ഫയൽ ചെയ്യുക. CRA 3ൽ ഫയൽ ചെയ്യുമ്പോൾ 4 പാർട്ടിലാണ് റിപ്പോർട്ട് ഫയൽ ചെയ്യുക. അതിൽ ഒന്നാമത്തെ പാർട്ട് that is A എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ് ആണ്, കമ്പനിയെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് കാണിക്കുക. that is പാർട്ട് B ഫോർ മാനുഫാക്ചറിംഗ് സെക്ടറിനാണ് ആപ്ലിക്കബിൾ. പാർട്ട് C ഫോർ സർവീസ് സെക്ടറിനാണ്. പാർട്ട് D എന്ന് പറഞ്ഞത് കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. സോ ഈ 4 പാർട്ടിലും കുറച്ച് അനക്സേഴ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട അനക്സർ അല്ലെങ്കിൽ പാരാസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് നമ്മുടെ റൂൾ 6 ഉണ്ട്. കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് റൂൾ 2014ലെ റൂൾ 6 ഉണ്ട്. ഞാൻ അവിടെ 3 റൂൾസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞു. ഒന്ന് റൂൾ 3, 2 റൂൾ 4, റൂൾ 6. അതിൽ റൂൾ 6മായി ബന്ധപ്പെട്ട് ഒരു കോസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം ലിമിറ്റ്, ഒരു കാഷ്വൽ വേക്കൻസി വന്നാൽ കാഷ്വൽ വേക്കൻസി എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യണം, അങ്ങനെ കുറച്ച് വേരിയസ് അവിടെ ഡ്യൂ ഡേറ്റും ടൈം ലിമിറ്റും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡേർഡിൽ എല്ലാ പ്രാവശ്യം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, CS2 കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, തിയറി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. CS2 വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും.
അതേപോലെ ബാക്കിയുള്ള CASുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരും 1 തൊട്ട് 24 വരെയുള്ള സ്റ്റാൻഡേർഡ്സിന്റെ പേര് പഠിച്ചിരിക്കണം. ഒന്നുകിൽ CAS 1 എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രാമത്തെ സ്റ്റാൻഡേർഡ് ആണ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. CAS ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ CAS ബേസ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. ചില സിമ്പിൾ പ്രോബ്ലം നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നതിനകത്ത് ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അതേപോലെ കപ്പാസിറ്റിയിൽ ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് കിടപ്പുണ്ട്. അങ്ങനെ ചില ബേസിക് പ്രോബ്ലംസ് CASുമായി ബന്ധപ്പെട്ട് ചില ബേസിക് പ്രോബ്ലംസ് വെച്ചിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ സ്റ്റാൻഡേർഡിൽ നിന്നും 3 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് CAS2 മെയിൻ ആയിട്ട് വന്നു വീഴും. അതേപോലെ CASുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നു വീഴും. അതേപോലെ അതിന്റെ എവിടെന്നെങ്കിലും ഒരു പ്രോബ്ലംസ് ചെറിയൊരു പ്രോബ്ലം വന്ന് ഇവിടെ വീഴും. നെക്സ്റ്റ് ഉള്ളത് പെർഫോമൻസ് അനാലിസിസ് റിപ്പോർട്ടിലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. ഞാൻ സ്റ്റഡി നോട്ട് 8 പറഞ്ഞു, മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് അണ്ടർ കോസ്റ്റ് ഓഡിറ്റ് പറഞ്ഞു. അതിലെ അവസാനത്തെ ഐറ്റം ദാറ്റ് ഈസ് പെർഫോമൻസ് അനാലിസിസ് ആണ്, അവസാനത്തെ കണ്ടന്റ്. അതിലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദെൻ മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഏരിയയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ് ഉണ്ട്. ഡിഫറെന്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന മാനേജ്മെന്റ് ഓഡിറ്റ് ഉണ്ട്. അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് കോർപ്പറേറ്റ് കൾച്ചർ മീൻസ് വാല്യൂസ്, ബിലീവ്സ്, ബിഹേവിയർ ആണ്. മാത്യു അർണോൾ പറഞ്ഞ കൾച്ചർ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നു വീഴുന്നുണ്ട്. അതേപോലെ ദാറ്റ് ഈസ് പ്രൊപ്രൈറ്ററി ഓഡിറ്റും ദാറ്റ് ഈസ് എനർജി ഓഡിറ്റും. എന്താണ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ്, എനർജി ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞു. ആ പ്രൊപ്രൈറ്ററി ഓഡിറ്റും എനർജി ഓഡിറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നു വീഴും. നെക്സ്റ്റ് ഇന്ത്യൻ ലോട്ടിന്റെ പ്രൊവിഷൻസ് ആണ്. ഇന്ത്യൻ ലോട്ടുമായി ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഇന്ത്യൻ ഓഡിറ്റിന്റെ വേരിയസ് പ്രൊവിഷൻസ് ഉണ്ട്. ഒരു കമ്പനിയിൽ ഇന്ത്യൻ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിലുള്ള ടേൺ ഓവർ ലിമിറ്റ്, നെറ്റ്വർത്ത് ലിമിറ്റ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇന്ത്യൻ ഓഡിറ്ററിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച്, ആ ഇന്ത്യൻ ഓഡിറ്റിന്റെ ടൈം ലിമിറ്റിനെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് XBRL ലാംഗ്വേജിനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം CRA 4 ഫയൽ ചെയ്യുന്നത് XBRL ലാംഗ്വേജിലാണ്, എക്സ്റ്റെൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. ആ XBRL ലാംഗ്വേജിന്റെ കുറെ ടാഗ് ഉണ്ട്, വാലിഡേഷൻ ടൂൾ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാം എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. 4 കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. പക്ഷെ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡിന്റെ 4 എണ്ണത്തിന്റെയും പേര് ഓർത്തു വെച്ചിരിക്കണം, ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തു വെച്ചിരിക്കണം. അവിടുന്ന് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ദാറ്റ് ഈസ് കമ്പൽസറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സെഷൻ ബിയിലേക്ക് പോവാണ്. ഇനി സെഷൻ ബിയിൽ പിന്നീട് 7 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 7 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ 2 എണ്ണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ 7 ക്വസ്റ്റ്യൻസിൽ 7 ലോട്ട് നമ്മൾ എഴുതണ്ട, 5 ലോട്ട് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഏതെങ്കിലും 2 ലോട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു ലോട്ടിന്റെ മാക്സിമം മാർക്ക് 16 മാർക്കാണ്. നിങ്ങൾക്കറിയാം ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ അവിടെ മിനിമം 2 ക്വസ്റ്റ്യൻസ് കാണും, ദാറ്റ് ഈസ് 8 8 16. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിനും പിന്നീട് 2 ക്വസ്റ്റ്യൻസ് 4 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻസ് ആകാം. അങ്ങനെ ഒരു ലോട്ടിന് 16 മാർക്കാണ്. അപ്പൊ 7 ലോട്ടിൽ 5 ലോട്ട് ആൻസർ ചെയ്യണം. അതിൽ ഓരോ ലോട്ടിനെ കുറിച്ചും അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസിനെ കുറിച്ചുമാണ്. നെക്സ്റ്റ് ലോട്ട് നമ്പർ 2, ഫസ്റ്റ് ലോട്ട് ദാറ്റ് ഈസ് കോസ്റ്റ് ഓഡിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ചോദിക്കുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതമുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുക. ഇത് കോസ്റ്റ് ഓഡിറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് സ്റ്റഡി നോട്ട് 1ഉം സ്റ്റഡി നോട്ട് 2ഉം ആണ്. മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റഡി നോട്ട് 1ഉം സ്റ്റഡി നോട്ട് 2 ആണ്. സ്റ്റഡി നോട്ട് 1നും 2നുമാണ് ഈ ലോട്ട് നമ്പർ 2ൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. നോക്കേണ്ട ഏരിയ ഒന്ന് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. ഞാൻ ഫസ്റ്റ് സ്റ്റഡി നോട്ടിൽ കോസ്റ്റ് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനുമുള്ള ലീഗൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞു. ആ ലീഗൽ ഫ്രെയിംവർക്ക് നോക്കണം. നെക്സ്റ്റ് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് റൂൾ 2014 പ്രകാരം ഞാൻ കുറച്ച് റൂൾസിനെ കുറിച്ച് റൂൾ 3, റൂൾ 4, റൂൾ 5, റൂൾ 6, അതേപോലെ കുറെ CRA 1, 2, 3, 4 അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് നോക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റഡി നോട്ടും രണ്ടാമത്തെ സ്റ്റഡി നോട്ടുമാണ് രണ്ടാമത്തെ ലോട്ടിൽ വന്ന് കയറുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ലോട്ടില് CAS ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. മെയിൻ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വീഴുക. ഒരു ക്വസ്റ്റ്യന് 8 മാർക്ക് വീതം 2 ക്വസ്റ്റ്യൻസ് വന്നു കയറും. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു
സ്റ്റാൻഡേർഡിൽ നിന്ന് തിയറിയും ഉണ്ട് പ്രോബ്ലം ഉണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാൻഡേർഡിൽ നിന്നും ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കുക പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് ആണ്. മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് ആണ്. ഞാൻ അന്ന് പറഞ്ഞു ഓരോ സ്റ്റാൻഡേർഡിലും പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് ആണ് മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻ കേസ് പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡിൽ ഒരു കൺസേൺഡ് സ്റ്റാൻഡേർഡിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഒരു ട്രിക്ക് ഞാൻ അവിടെ പറഞ്ഞു, അതായത് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ 12 പ്രിൻസിപ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റാൻഡേർഡിലെ കൺസേൺ സ്റ്റാൻഡേർഡിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസ്റ്റ് ചെയ്താൽ മതി, റെഡിയാവും. നെക്സ്റ്റ് പിന്നീട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ CAS ബേസ്ഡ് പ്രോബ്ലംസ് ആണ്. CAS നേരത്തെ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് CAS 2, CAS 4, CAS 5, CAS 6, 7, 8, 10 അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സിലെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. നെക്സ്റ്റ് ലോട്ട് നമ്പർ 4, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഏരിയ ആണ്. ലോട്ട് നമ്പർ 4 വന്ന് കയറുന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റിന് 8 മാർക്ക് വീതം 16 മാർക്കിന്റെ ലോട്ടാണ് ലോട്ട് നമ്പർ 4. ഇതിൽ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് മാനേജ്മെന്റ് ഓഡിറ്റിനെ കുറിച്ച് ബേസിക്സ് ഞാനെന്ന് പറഞ്ഞു. എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ സ്കോപ്പ്, മാപ്പ്, മാനേജ്മെന്റ് ഓഡിറ്റ് പ്രോഗ്രാം, മാനേജ്മെന്റ് ഓഡിറ്റ് റിപ്പോർട്ട്, ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വീഴാം മാനേജ്മെന്റ് ഓഡിറ്റിന്റെ പാർട്ടിലെ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ് ഉണ്ട്. ഡിഫറെന്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന മാനേജ്മെന്റ് ഓഡിറ്റ് ഉണ്ട്. അവിടെ നിന്നും ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് വന്ന് കയറാം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഈ രണ്ട് ഏരിയാസ് ആണ് മെയിൻ ആയിട്ട് ലോട്ട് നമ്പർ 4 നോക്കേണ്ടത്. അപ്പൊ ലോട്ട് നമ്പർ 2 കോസ്റ്റ് ഓഡിറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലോട്ട് നമ്പർ 3 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. ലോട്ട് നമ്പർ 4 ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഡിറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നെക്സ്റ്റ് ലോട്ട് നമ്പർ 5, ദാറ്റ് ഈസ് ഇന്റേണൽ ഓഡിറ്റിന് വേണ്ടിയുള്ളതാണ് ലോട്ട് നമ്പർ 5. ലോട്ട് നമ്പർ 5 സാധാരണ കണ്ടുവരുന്നത് ഇന്റേണൽ ഓഡിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിനും പിന്നീട് 2 ക്വസ്റ്റ്യൻസ് 4 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് കണ്ടുവരുന്നത്. അതായത് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻസ് ഈ ലോട്ടിൽ കാണും. അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട ഏരിയ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊവിഷൻ ആണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊവിഷൻ 100% എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. എപ്പോഴും ചോദിച്ചാൽ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അത് നോക്കണം. നെക്സ്റ്റ് അടുത്ത ഓഡിറ്റ് കമ്മിറ്റി ആണ്. ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഇന്റേണൽ കൺട്രോളും ഇന്റേണൽ ഓഡിറ്റും ഇവാലുവേഷൻ പർപ്പസിന് വേണ്ടി ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫോർമേഷൻ, അവരുടെ പവർ, അവരുടെ ഡ്യൂട്ടി, ഏരിയാസ് ഓഫ് വർക്ക്, ഈ കാര്യങ്ങളെ കുറിച്ചുണ്ട്. ഓഡിറ്റ് കമ്മിറ്റിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ പിന്നീട് ഇന്റേണൽ കൺട്രോളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ ഒന്നുകിൽ ദാറ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ഇവിടുന്ന് എങ്ങാനായിരിക്കും ക്വസ്റ്റ്യൻസ് വീഴുക. ഇനി ഇത് കൂടാതെ എല്ലാ പ്രാവശ്യം കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്റേണൽ ഓഡിറ്റ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. ഡിഫറെന്റ് സെക്ടേഴ്സിൽ അപ്ലൈ ചെയ്യുന്ന ഇന്റേണൽ ഓഡിറ്റ് ഞാൻ പറഞ്ഞു. എഡ്യൂക്കേഷണൽ സെക്ടർ, ഹോസ്പിറ്റൽ, ഹോട്ടൽ, അതേപോലെ ഗവൺമെന്റ് ബോഡീസിൽ ഇവിടെയൊക്കെ ദാറ്റ് ഈസ് ഇന്റേണൽ ഓഡിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഇന്റേണൽ ഓഡിറ്റ് ഡിഫറെന്റ് സെക്ടേഴ്സിൽ അപ്ലൈ ചെയ്യുന്ന ഇന്റേണൽ ഓഡിറ്റ് ഒന്നുകിൽ അത് 8 മാർക്കിന് ചോദിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കണ്ടിരിക്കുന്നത് ദാറ്റ് ഈസ് ഇന്റേണൽ ഓഡിറ്റ്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു 3 ഏരിയാസ് വളരെ ഇമ്പോർട്ടന്റ് നോക്കണം. ഒന്ന് എഡ്യൂക്കേഷൻ, 2 ഹോസ്പിറ്റൽ, 3 ഹോട്ടൽ. ഈ 3 ഏരിയാസിനകത്ത് നിന്നുമാണ് മിക്കപ്പോഴും ഇന്റേണൽ ഓഡിറ്റിന് ഡിഫറെന്റ് സെക്ടേഴ്സ് ചോദിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റിൽ കവർ ചെയ്യേണ്ട ഏരിയ. നെക്സ്റ്റ് ലോട്ട് നമ്പർ 6. ലോട്ട് നമ്പർ 6 2 പ്രോബ്ലം ആണ് വരിക. 2 ക്വസ്റ്റ്യൻസ് അവിടെ കാണും. ഒരു ക്വസ്റ്റ്യന് 8 മാർക്ക് വീതം, 2 ക്വസ്റ്റ്യൻസും പ്രോബ്ലം ആയിരിക്കും. അതേപോലെ ലോട്ട് നമ്പർ 7 2 ക്വസ്റ്റ്യൻ കാണും. ഒരു ക്വസ്റ്റ്യന് 8 മാർക്ക് വെച്ചിട്ട് ദാറ്റ് ഈസ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ആയിരിക്കും. ലോട്ട് നമ്പർ 6 ലോട്ട് നമ്പർ 7 വരുന്നത് പ്രോബ്ലം ആയിരിക്കും. നെക്സ്റ്റ് ലോട്ട് നമ്പർ 8. ലോട്ട് നമ്പർ 8 കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ 5 ക്വസ്റ്റ്യൻ കാണും. അതിൽ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. 5 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം 16 മാർക്കാണ് ഈ ലോട്ടിന്റെ കോൺട്രിബ്യൂഷൻ. അതിൽ നമ്മൾ നോക്കേണ്ട ഏരിയാസ് മെയിൻ ആയിട്ട് ഇവിടെ ഈ 5 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് പ്രോബ്ലംസ് ആയിരിക്കും വന്നു വീഴുക. അതിൽ 3 തിയറി ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ സാധാരണ വന്നു വീഴുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി നോട്ട് 4 ഉണ്ട്. ഒരു കോസ്റ്റ് ഓഡിറ്റർ, ഒരു പ്രാക്ടീസിംഗ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അതിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആക്ട് 1959 ആക്ട് പ്രകാരം 2 ഷെഡ്യൂൾസ് ഉണ്ട്. ഒന്ന് ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ഉം. ഷെഡ്യൂൾ 1 4 പാർട്ടുണ്ട്. ഒരു പ്രാക്ടീസിംഗ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഫോളോ ചെയ്യേണ്ട പ്രൊഫഷണൽ എത്തിക്സ്, അതേപോലെ മെമ്പർ ഫോളോ ചെയ്യേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ ചെയ്യാൻ പാടില്ലാത്തത്, പബ്ലിക് എന്ന് പറയുന്ന ജനറൽ എന്ന് പറയുന്ന അതർ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. അതിലെ ഷെഡ്യൂൾ 1 പാർട്ട് 1 വളരെ ഇമ്പോർട്ടൻസ് ആണ് നോക്കണം. ഇവിടുന്ന് കേസ് ലോസ് വന്നു വീഴും.
നെക്സ്റ്റ് പിന്നീട് അവിടെ നിന്ന് ചോദിക്കുന്ന പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ഈ ലോട്ടിൽ കണ്ടിരിക്കുന്നത് എനർജി ഓഡിറ്റിനെ കുറിച്ച്, CSR ഓഡിറ്റിനെ കുറിച്ച്, പ്രൊപ്രൈറ്റി ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് മിക്കപ്പോഴും ഇവിടുന്ന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആണ്. ഈ 3 ഓഡിറ്റ് എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പിന്നീട് 2 പ്രോബ്ലംസ് ഉണ്ട്. 2 പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ CAS ബേസ്ഡ് പ്രോബ്ലംസ് ആണ് വന്നു വീഴുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് വന്ന പ്രോബ്ലം ഒന്ന് ദാറ്റ് ഈസ് മെറ്റീരിയൽ CAS 6 നിന്ന് പ്രോബ്ലം വീണു. അതേപോലെ വേസ്റ്റ് മൾട്ടിപ്ലയർ വന്നു. അതിന് തൊട്ട് മുമ്പ് ദാറ്റ് ഈസ് CAS 8 നിന്നും ക്വസ്റ്റ്യൻ വന്നു, CAS 10 നിന്നും ക്വസ്റ്റ്യൻ വന്നു ഈ ലോട്ടിൽ. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ആയിരിക്കും ഇവിടെ നിന്ന് വീഴുക. ഇത്രയാണ് നമ്മുടെ 7 ലോട്ട്. 7 ലോട്ടിൽ 5 ലോട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. മൊത്തത്തിലൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രോബ്ലത്തിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ലോട്ട് നമ്പർ 6 2 പ്രോബ്ലം വീഴും, ലോട്ട് നമ്പർ 7 2 പ്രോബ്ലം വീഴും. അപ്പൊ 2 4 പ്രോബ്ലംസ് ആയി. അതേപോലെ ലോട്ട് നമ്പർ 8 2 പ്രോബ്ലം ഉണ്ട്, 4 2 6 ആയി. അതേപോലെ ലോട്ട് നമ്പർ 3 ദാറ്റ് ഈസ് CAS ബേസ്ഡ് ഒരു പ്രോബ്ലം വീഴും. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 പ്രോബ്ലംസ് ഇവിടുന്ന് കിട്ടും. ഒരു 7 8 പ്രോബ്ലംസ് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ലോട്ട് നമ്പർ 6 ആൻസർ ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് 100% നമുക്ക് അറിയാവുന്ന എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലോട്ടാണ് ലോട്ട് നമ്പർ 6ഉം ലോട്ട് നമ്പർ 7. അതുകൊണ്ട് തന്നെ ഒരു 7 8 പ്രോബ്ലംസ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. സോ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ആ കേസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 6ാമത്തെ ലോട്ടും 7ാമത്തെ ലോട്ടും അതേപോലെ 8ാമത്തെ ലോട്ടിലെ 2 പ്രോബ്ലംസും കവർ ചെയ്യാം. സോ പ്രോബ്ലത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് സെലക്ട് ചെയ്ത് കുറച്ച് തിയറീസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി നോട്ട് 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റഡി നോട്ട് 2 തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൊഫഷണൽ എത്തിക്സിലെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, XBRL ലാംഗ്വേജിന്റെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിഫറെന്റ് ടൈപ്സിലുള്ള മാനേജ്മെന്റ് ഓഡിറ്റ് ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യൻ ലോട്ടിന്റെ പ്രൊവിഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് 7 8 വളരെ സെലക്ട് ചെയ്തുള്ള കുറച്ച് തിയറീസും അതേപോലെ വേസ്റ്റ് മൾട്ടിപ്ലയർ, വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്, റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, അബ്നോർമൽ കോസ്റ്റ്, അതേപോലെ CAS 2, അതേപോലെ CAS 6, CAS 8, CAS 10 അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ എക്സംഷന് പുറത്ത് മാർക്ക് സ്കോർ ചെയ്യും. ഇനി CMA ഫൈനൽ എഴുതുന്ന സ്റ്റുഡൻസിന് ചെറിയൊരു ഗൈഡ് ലൈൻസ് ആണ്. നിങ്ങൾ ബോത്ത് എഴുതുന്ന സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. സോ അവരെ സംബന്ധിച്ച് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ദാറ്റ് ഈസ് 4ാമത്തെ ഗ്രൂപ്പാണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ 3ാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും മാർക്ക് വീഴില്ല. സോ ബോത്ത് എഴുതുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ച് 4th ഗ്രൂപ്പ് മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിലെ എക്സംഷന് പുറത്ത് മാർക്ക് സ്കോർ ചെയ്യാം. അതേപോലെ പെർഫോമൻസ് ആൻഡ് വാല്യൂഷൻ മാനേജ്മെന്റ് എക്സംഷന് പുറത്ത് മാർക്ക് സ്കോർ ചെയ്യാം. ആ എക്സസ് മാർക്ക് തൊട്ടപ്പുറത്ത് 3rd ഗ്രൂപ്പിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ CMA ഫൈനൽ ദാറ്റ് ഈസ് ബോത്ത് അടിച്ച് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു ബെറ്റർ കരിയറിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ദാറ്റ് ഈസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ 2020 ജൂൺ എക്സാമിൽ തന്നെ ദാറ്റ് ഈസ് ക്വാളിഫൈ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.